ഇറ്റ്സ് മനീഷ ഹരിലാൽ. ഇന്ന് ഒരു വ്ളോഗായിട്ടാണ് വരുന്നത്. അതായത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് തമിഴ്, തെലുഗു, കന്നഡ ഒക്കെ പറഞ്ഞിട്ട് കുറേ ലുക്സ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ആദ്യമേ എൻ്റെ അടുത്ത് കുറേ ലുക്സ് ഓൾറെഡി വീഡിയോ ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ ലുക്കും ക്രിയേറ്റ് ചെയ്ത് അടുത്ത ദിവസം തന്നെ വീഡിയോ ഇടണം എന്നുള്ള ചലഞ്ച് ഏറ്റെടുത്ത് ഫുൾ റീക്രിയേറ്റ് ചെയ്യാൻ പോവാം. അതായത് തമിഴ് ലുക്കാണെങ്കിലും തെലുഗു, അതേപോലെ ഇംഗ്ലീഷ്, പിന്നെ മലയാളം, അങ്ങനെ ഒരു 5-6 ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടോ, ഹൗ വി ഡിസ്ക്രൈബ് ലവ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, അതാണ് വീഡിയോ. അപ്പോൾ അങ്ങനെ വില്ലൻ എന്ന് പറഞ്ഞ മൂവിയിലത്തെ സോങ്ങാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. പിന്നെ ഈ ഒരു വ്ളോഗ് ഒരു എക്സ്പെരിമെൻ്റൽ വ്ളോഗായിട്ട് മാത്രം എടുക്കുക കേട്ടോ. എത്രത്തോളം ഔട്ട്കം വരുന്നൊന്നും അറിയില്ല, ജസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഹിന്ദി ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം കേട്ടോ. ഡ്രസ്സ് സെലക്ട് ചെയ്യുക, പിന്നെ അതിനുള്ള ഓർണമെൻറ്റ്സ്, പിന്നെ മേക്കപ്പ് ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ മേക്കപ്പ് ചെയ്യുക. പിന്നെ അതിനനുസരിച്ച് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതിയല്ലോ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ. മെയിനായിട്ട് ഓർണമെൻറ്റ്സ് ഒക്കെ ചേഞ്ച് കഴിഞ്ഞാൽ തന്നെ കുറേ ലുക്ക് മാറും. അപ്പോൾ ആദ്യം തന്നെ മേക്കപ്പിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ മേക്കപ്പ്. അപ്പോൾ മുടിയൊക്കെ പൊക്കി കെട്ടി ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ആകെയുള്ള മോയ്സ്ചറൈസറാണ്. ഇതന്നെയാണ് ഞാൻ കുറേ ഒരു 4-5 ഇയേഴ്സ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ മാറ്റി കാണിക്കാൻ മോയ്സ്ചറൈസറൊന്നും ഇല്ല കയ്യിൽ. അപ്പോൾ സെറ്റാക്കില്ല. എൻ്റെ സ്കിൻ ടൈപ്പ് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ അതിന് കറക്റ്റ് ഒരു സൂട്ടബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നെക്സ്റ്റ് കൺസീലർ അപ്ലൈ ചെയ്യാം. മെയിനായിട്ട് അണ്ടർ ഐ ഒക്കെയാണ് കൂടുതലും ഡാർക്കായിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ 2-3-4 പേടുകൾ എനിക്ക് മറയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മറയ്ക്കട്ടെ. പിന്നെ ഈ ഒരു കാണുന്നത് എൻ്റെ ബർത്ത് മാർക്കാണ്. അത് പിന്നെ അങ്ങനെ ഭയങ്കര തടിയൊക്കെ വന്നാൽ ഇതങ്ങനെ ആരും അറിയില്ല. പക്ഷെ മെലിയാണെങ്കിൽ എല്ലാവരും നോട്ട് ചെയ്യും. ഇപ്പോൾ കുറച്ച് മെലിയ സമയമാണെങ്കിൽ നമുക്ക് കൺസീൽ ചെയ്യാം. ഇനി കൺസീലർ കറക്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. കളർ കളക്ടർ പോലെ ഉള്ള ഒരു കൺസീലറാണ്. കറക്റ്റ് തോന്നുന്നു നമ്മളെ കളറ് ബ്ലെൻഡ് ആയില്ല, ബട്ട് ലേറ്റർ കറക്റ്റ് രീതിയിൽ ബ്ലെൻഡ് ആയിക്കോളും. കറക്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം. അതായത് നമ്മളെ കണ്ണിൻ്റെ ഭാഗമൊക്കെ മിസ് ചെയ്യാതെ അപ്ലൈ ചെയ്യാം. എല്ലാ ഭാഗവും ഒന്ന് ഡാബ് ചെയ്ത് കറക്റ്റ് നമ്മളെ ഈവൻലി അപ്ലൈ ചെയ്യാം. നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് നമ്മളെ കളറ് ഫൗണ്ടേഷൻ കറക്റ്റ് നമ്മൾ ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അത്ര ഡിഫറൻസാണ് നമ്മളെ ഫേസിൽ മനസ്സിലാവുക. നമുക്ക് ലിക്വിഡ് ഫൗണ്ടേഷനായിരുന്നു കുറച്ചുകൂടെ ഇഷ്ടം. ഇപ്പോൾ ഇതാ ക്രീം ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്നതായിരിക്കും തോന്നാറ്. അപ്പോഴത്തെ കറൻറ്റ് ഫേവറേറ്റ് കളർ ബാറിൻ്റെ ഫൗണ്ടേഷനാണ്. ആദ്യം മെബലൈൻ ലിക്വിഡ് ഫൗണ്ടേഷനൊക്കെ ഫിറ്റ്മി ഒക്കെ ആയിരുന്നു യൂസ് ചെയ്ത്. ഇപ്പോൾ കളർ ബാറാണ് കറൻറ്റ് ഫേവറേറ്റ്. ഇതിന് ശേഷം ബേസൊക്കെ ഏകദേശം ഓക്കെ ആയി. അതിന് ശേഷം നമുക്ക് ഒന്ന് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ലാക്മീൻ്റെ കോമ്പാക്ട് പൗഡറാണ്. നമ്മൾ എപ്പോഴും ഫൗണ്ടേഷൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മുടെ മേക്കപ്പും ഒരു വൃത്തിയുള്ള പോലെ തോന്നും. അതുകൊണ്ട് ഫൗണ്ടേഷൻ എപ്പോഴും നല്ല നീറ്റായിട്ട് ടൈം എടുത്ത് തന്നെ ബേസ് ചെയ്യാം. നമുക്ക് അങ്ങനെ ടോൺ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയതിന് ശേഷം നമുക്ക് ബ്ലഷ് യൂസ് ചെയ്യാം. ഇത് മിയോൺ പറഞ്ഞ ഒരു ബ്ലഷാണ്. ഞങ്ങളിവിടെ തായ്ഫ് മാൾ പോയ സമയത്ത്, അതായത് കോഴിക്കോട് അറിയുന്ന ആൾക്കാർക്കറിയാം, കസവ് കേന്ദ്രയിൽ തായ്ഫ് മാൾ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. മിയോൺ ലിപ് ചീക്ക് ടിൻറ്റ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ ബ്ലഷ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക്. അപ്പോൾ ടിൻറ്റ് യൂസ് ചെയ്ത ശേഷം പാലറ്റിലെ ബ്ലഷ് യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും. ഇതിടുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഫിനിഷിങ് തോന്നാറ്, പൗഡറായിട്ടുള്ള ബ്ലഷ്. ഇനി ഐബ്രോ ചെയ്യാം. ഐബ്രോ യൂസ് ചെയ്യുന്നത് ഇതാ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ്. എപ്പോഴും എനിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നമ്മുടെ ഫേസിൽ നമ്മളെപ്പോഴും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഫീച്ചറായിട്ടാണ് ഐബ്രോ നമ്മളെപ്പോഴും കാണേണ്ടത്. കാരണം നമ്മൾ ഐബ്രോ മാത്രം ചെയ്ത് ജസ്റ്റ് കണ്ണ് എഴുതാതെ തന്നെ ലിപ്പ് ഒന്ന് കവർ ചെയ്താൽ തന്നെ നമുക്ക് ഫേസിന് അത്ര മാറ്റം ഉണ്ടാവും. അപ്പോൾ ഐബ്രോ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം
ബ്ലാക്ക് ആണ് എപ്പോഴും സൈഡിലേക്ക് യൂസ് ചെയ്യുക, പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ബ്രൗൺ ആണ്. ബ്ലാക്ക് ഇടുമ്പോൾ കുറച്ചൊന്ന് എടുത്ത് കാണിക്കണം. കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഡ്രസ്സിങ്ങും മേക്കപ്പൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ബ്ലാക്ക് ചെയ്യും. ആദ്യം നമ്മൾ ഔട്ടർ ലൈന് കവർ ചെയ്ത ശേഷം ലോവർ ലൈനും കവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് വെക്കുക. അത് ഈ വള്ളി ആയിരിക്കും. അങ്ങനെ ലിപ് ബാം, ഇതാ ഐ മേക്കപ്പ് ചെയ്യാണ്. അതായത് ഹെവി ഐ മേക്കപ്പ് ഞാൻ ചെയ്യില്ല. കാരണം മെയിനായിട്ട് എന്താ വെച്ചാൽ എല്ലാം ഡിഫറെൻറ്റ് ലുക്കാകുമ്പോൾ നമുക്ക് ഓരോന്നും ടൈമില്ല, ഓരോന്നും ഡ്രസ് ചേഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ബേസിക് ഐ മേക്കപ്പ് ചെയ്ത ശേഷം അതിനെല്ലാത്തിനും സൂട്ട് ചെയ്യുന്ന ഒരു ബേസായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ആദ്യം ജസ്റ്റ് അതിൽ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ചെയ്യാം. ഒന്ന് ഞാൻ എപ്പോഴും ചെയ്യാറ്, ഇതൊരു കറക്റ്റ് രീതിയാണ് എന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് ഐ ഡു ലൈക്ക് ദിസ്. ബേസ് ചെയ്ത ശേഷം നല്ല രീതിയിൽ അത് സ്മഡ്ജ് ചെയ്ത് വെക്കുക. ബ്ലാക്ക് ലൈൻ ചെയ്യുക, ഒരു സ്മോക്കി ലുക്ക് വരെ. രണ്ടായും ബ്ലാക്ക് ലൈൻ ചെയ്ത ശേഷം കുറച്ച് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് തന്നെ ലോവർ ഐയിലും കൊടുക്കുക. അപ്പോൾ കണ്ണ് കുറച്ചുകൂടെ വലുതായി തോന്നും. ഇതാ കാജൽ നമുക്ക് താഴെ ലൈനും അപ്പർ ലൈനും ചെയ്യാം. then നമ്മൾ ഐ കുറേ ചേഞ്ച് വന്നു. പിന്നെ ഒരു ബേസായിട്ട് ജസ്റ്റ് ഒരു ഐലൈനർ ആഡ് ചെയ്യാം. ലിപ് ടിൻ്റ് തന്നെ ഞാനൊന്ന് കളർ ഷെയ്ഡിന് യൂസ് ചെയ്യുന്നുണ്ട്. ലിപ് ടിൻ്റ് നേരത്തെ യൂസ് ചെയ്ത ലിപ് ടിൻ്റ് ബേസായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് എവർ ഫേവറേറ്റ്. ഇപ്പോൾ ബേസായിട്ടുള്ള മേക്കപ്പൊക്കെ കഴിഞ്ഞു. മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഓരോ ഡ്രസ്സിനനുസരിച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഞാൻ വരുത്തുന്നത് നോക്കാം. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത ശേഷം ഈ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓർണമെൻറ്റ്സിൽ നെക്ക് ഈ ഒരു ഇതന്നെ ഇടുകയാണ്. ഒരു സിമ്പിൾ ഒരു മാല, പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഇയറിങ്സ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് ഹിന്ദി ലുക്കാക്കാം. ഹെയർ നമുക്ക് ജസ്റ്റ് ഒന്ന് അയച്ചിടാം. ഹെയർ ജസ്റ്റ് ഒന്ന് അയച്ചിടാം. കംപ്ലീറ്റ് ഹെയർ ഇങ്ങനെ ഒന്ന് അയച്ചിടാം. ബ്ലാക്ക് ബിന്ദി ഇടാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലുക്ക്. ഇംഗ്ലീഷ് ലുക്കിന് അതേപോലെ തന്നെ ഹെയർ ഡൗൺ ചെയ്തിട്ട് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാം. മിഡിൽ പാർട്ടീഷൻ എടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിലേക്ക് കോംബ് ചെയ്ത് 2 ലെയേഴ്സ് എടുക്കുക. ഇത് അതേപോലെ കോംബ് ചെയ്ത് പാർട്ടീഷൻ ചെയ്ത ശേഷം കേൾ ചെയ്ത് ഇവിടെ ജസ്റ്റ് പിൻ ചെയ്യാം. ഇതേപോലെ തന്നെ ഈ സൈഡും ചെയ്യാം. നമുക്ക് പിന്നെ ചെറിയ ലെയർ 2 സൈഡിൽ നിന്നും. ദാറ്റ്സ് ലുക്ക് നൈസ്. പിന്നെ സിമ്പിളായിട്ട് എന്ത് ചെയ്യണം, മീൻസ്
ഒരു ചെറിയ ഈ ടൈപ്പ് സ്റ്റോണാണ്. ജസ്റ്റ് ഒരു സിമ്പിൾ ഇയറിംഗ് ആയി യൂസ് ചെയ്യുക. ഞാൻ വെയർ ചെയ്തത് ഒരു ജംപ് സൂട്ടാണ്. ബ്യൂട്ടിഫുൾ ജംപ് സൂട്ടാണ്. ഞാൻ ട്രെൻഡ്സിൽ നിന്ന് എടുത്ത ജംപ് സൂട്ടാണ്. കുറേ ഇയേഴ്സായി. അപ്പോൾ ലുക്കൊന്ന് കണ്ടല്ലോ. ഇനി അടുത്തതാണ് കണ്ണട ലുക്ക്. കണ്ണട ലുക്ക് നേരത്തെ ഇത് വഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ. ഹെയർ മാല ഇത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഞാൻ കൂടുതൽ അവരെ കണ്ടിട്ടുള്ള കരിമണി മാലയൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഒന്നുണ്ട്, അതിടാം. പിന്നെ കുറേ വളയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മാല ഇതാണ്. അപ്പോൾ ഇതും അതേപോലെ എൻ്റെ ഒരു സ്ഥിരം മാലയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യും. നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ എപ്പോഴും നല്ല ഭംഗിയാണെന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാട്ടോ. വെറുതെ ഞാൻ ഭംഗിയാന്ന് പറയാൻ വിചാരിക്കുന്ന ഇതാണ് ഇത്. അതിന് ശേഷം ഇതിന് ചെറിയ ഇയറിങ്സ് അങ്ങനെ കൊടുക്കാം അല്ലേ. അപ്പോൾ ഈ ചെറിയ 2 കമ്മൽ യൂസ് ചെയ്യാം. ഇത് ഒരു അജ്രക് മോഡലിലുള്ളൊരു സൽവാറാണ്, സൽവാർ സെറ്റാണ്. അപ്പോൾ ഇതിൽ ഒരുവിധം കളേഴ്സൊക്കെ ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഒരുവിധം കളേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇയറിങ് ആക്കാം. അപ്പോൾ തമിഴ്നാട് സ്റ്റൈല് ഇവിടെ ബ്ലാക്ക് ഒരു പൊട്ടും കൂടി ഇടാം. അപ്പോൾ ദിസ് ഇസ് മൈ കന്നഡ സ്റ്റൈൽ. ഇനി നമുക്ക് ഒരു സാധനം കൂടി മറക്കരുതല്ലോ, നമ്മുടെ ബാംഗിൾസ്. അപ്പോൾ നമുക്ക് നല്ല കുപ്പിവള ആഡ് ചെയ്യാം. നല്ല ഭംഗിയാണ് ബ്ലാക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ അതൊരു കറക്റ്റ് രീതിയിൽ 2ആയിട്ട് ചെയ്തു. ഇങ്ങനെ 2 കൈമിലും വളരാം. കുപ്പിവള ലവറാണോ നിങ്ങൾ? ഞാൻ ഒരുപാട് അങ്ങ് കുപ്പിവള സ്നേഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും കുപ്പിവള അങ്ങനെയല്ല, ഫുൾ ഓരോ കളേഴ്സൊക്കെ ഇത് കുറേ എൻ്റെ വീട്ടിലുണ്ട്. അതിലൂടെ എടുത്ത് വരാൻ സ്ഥലമില്ല. ഇതാണ് എൻ്റെ കന്നഡ ലുക്ക്. നെക്സ്റ്റ് ലുക്ക് തെലുഗു ലുക്കിന് നമുക്ക് നല്ല എക്സൈറ്റഡ് ആയിട്ടുള്ള ലുക്കാട്ടോ. കാരണം ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഫസ്റ്റായിട്ട് ഒരു കുറച്ച് യൂസ് ചെയ്യുന്ന പൊട്ടിനും ഒക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് കുപ്പി ഇടാം. ഓക്കെ, ചെയ്തല്ലേ? ഗോപി ഇടാം. അതേപോലെ തന്നെ നമുക്ക് എൻഡിൽ അവരെപ്പോഴും ഒന്ന് ജസ്റ്റ് ശിങ്കാർ വെച്ചിട്ട് ജസ്റ്റ് ഒരു ആഡ് ചെയ്യാം. പിന്നെ ഇയറിങ് നമുക്ക് ഇതിടാം. നല്ല ഭംഗിയാണ്. ഗ്രീനും ബ്ലൂവിനും നല്ല കോമ്പൻസേറ്റ് ചെയ്യും ഈ ഗ്രീന്. അപ്പോൾ ഈ ഒരു ഇയറിങ് ആക്കാം. ഒരു വെഡ്ഡിങ് സ്റ്റൈൽ തെലുഗു ലുക്കാക്കാം. ഇനി നെക്ക് നമുക്ക് ഇതിടാം. പിന്നെ ഹെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ പിന്നെ ശേഷം ഇനി രണ്ടിക്കം ബാംഗിൾസ് ഇതിടാം. ഇതും കുട്ടികളെയാണ്. ഈ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. തമിഴ് ലുക്കിന് നമ്മൾ ഇതൊരു ധാവണിയാണ്. ഒറ്റപ്പെട്ടിടാം. മുടി നമുക്ക് അയച്ചിടാം. മുടി അയച്ചിടാം. പിന്നെ ബാംഗിൾസ് റെഡ് കുപ്പിവളകളിടാം. നല്ല എല്ലാം ഒരു ട്രഡീഷണൽ വേരിയൻ്റ് പോലെയാട്ടോ ചെയ്ത്. ഇപ്പോൾ ചിലപ്പോൾ കണ്ണാടിയും തമിഴും ഒന്നും ഇങ്ങനെയൊന്നും ഇട്ട് നടക്കാറുണ്ടാവില്ല. നമ്മൾ ഓരോ ഫിലിമിലും ഒക്കെ കാണുന്ന ഓരോ രീതിയിലാട്ടോ റീക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തമിഴന്മാർ, അപ്പോൾ അവിടെയുള്ള ആളുകൾ ഇങ്ങനെ ചോദിക്കേണ്ട, ഞങ്ങളിങ്ങനെയൊന്നല്ലല്ലോ നടക്കാറ്, ഫിലിമിലൊക്കെ കണ്ട രീതി. ഇങ്ങനെ ഇയറിങ്സ് ഇത് യൂസ് ചെയ്യാം. കമ്മലൊക്കെ ഇട്ടു. ഹെയർ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ മാലതാ
ഈ റോസ് ഗോൾഡിൽ ഉള്ള ഇതിലൊരു ചെയിനാണ് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ തമിഴ് അറ്റയർ ഇതാണ്. കേരള ലുക്ക്, നമ്മുടെ ലുക്ക്. അപ്പോൾ ഇതായിട്ട് സെറ്റ് സാരി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് പറ്റുന്ന ആക്സസറീസ് മെറൂൺ. അപ്പോൾ ഞാൻ ഏതൊരു കാർണിവൽ ഫെസ്റ്റിനൊക്കെ പോയപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയതാണ്. ടോർണമെറ്റില്ല, നല്ലൊരു ചോക്കറാണ്. ഇത് നെക്ക് പീസായിട്ട്, പിന്നെ ഇയറിങ് സിമ്പിളായിട്ടുള്ള ജുംക്ക. അറിയാം, കറക്റ്റ് കേരള തനിമ വരട്ടെ. പിന്നെ കുപ്പിവള, എന്നത്തെ പോലെ കുപ്പിവള. കുപ്പിവള ഇടാം, രണ്ടായിട്ടിടാം, രണ്ട് കയ്യിലും. എനിക്ക് രണ്ട് കയ്യിലും ഇടുന്നതാണ് ഇഷ്ടം. രണ്ട് കയ്യിൽ ഫാസ്റ്റ് ചെയ്തിടാം. പിന്നെ ഹെയർ കുറച്ചുകൂടെ നമുക്ക് ഒരു ട്രഡീഷണൽ ലുക്കിലേക്ക് എടുക്കാം. സൈഡ് പാർട്ടീഷൻ എടുക്കാം അല്ലേ? സൈഡ് പാർട്ടീഷനൊക്കെ എടുത്ത് ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ എല്ലാ ലുക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഈ റൂം ഫുൾ അലങ്കോലാണ്. കാരണം എല്ലാ ലുക്കും ക്രിയേറ്റ് ചെയ്യാൻ 1.5 മണിക്കൂറാണ് ഞാൻ എടുത്തത്. ഈ 1.5 മണിക്കൂർ കൊണ്ട് ഭാഗ്യത്തിന് ബേസ് മേക്കപ്പ് ചെയ്തുകൊണ്ട് ബാക്കി ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യേണ്ട പണിയേ ഉണ്ടായുള്ളൂ. പിന്നെ അതിൻ്റെ ഓർണമെൻറ്റ്സ്, പിന്നെ ഓർണമെൻറ്റ്സ്, അതേപോലെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ചെയ്യാനുള്ള ടൈമാണ് എടുത്ത്. പക്ഷെ അതുകൊണ്ട് തന്നെ എൻ്റെ റൂം അലങ്കോലായി കിടക്കുകയാണ്. അപ്പോൾ ഇനി അതൊക്കെ റെഡിയാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഞാൻ കുറച്ച് പരിമിതിയിൽ എൻ്റെ അടുത്തുള്ള കുറച്ച് ഓർണമെൻറ്റ്സും എൻ്റെ അടുത്തുള്ള കുറച്ച് അറ്റയറൊക്കെ വെച്ച് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് ഓൾസോ ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.